നമസ്കാരം. ദി ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുതിർന്നവരിലെ മുഖക്കുരു എന്ന വിഷയമാണ് സംസാരിക്കുന്നത്. കൗമാരം കഴിഞ്ഞിട്ടും ഇത് പലരെയും അലട്ടുന്നൊരു പ്രശ്നമാണല്ലേ? ശരിയാണ്. ആസ്ക് ഡോക്ടർ വി എന്നൊരു പരിപാടിയിൽ ഡോക്ടർ വിഷ്ണു പങ്കുവച്ച ചില കാര്യങ്ങൾ വെച്ചാണ് നമ്മളിത് ഇന്ന് വിശദമായി ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണിത് വരുന്നത്, എന്തൊക്കെയാണ് ഇതിലെ തെറ്റിദ്ധാരണകൾ, എങ്ങനെ നേരിടാമെന്നൊക്കെ നമുക്ക് ആഴത്തിൽ നോക്കാം. നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും. ഈ പറഞ്ഞ പോലെ മുതിർന്നവരിലെ മുഖക്കുരു, പ്രത്യേകിച്ച് ഒരു 20നും 40നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ ഇപ്പോൾ വളരെ കൂടുതലാണ്. അതൊരു സാധാരണ പ്രശ്നം തന്നെയായി മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കാരണങ്ങളിലേക്ക് ആദ്യം കടക്കാം. അതെ, അപ്പോൾ ഈ സംഭാഷണത്തിൽ പറയുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ നമ്മൾ വിചാരിക്കുന്ന പോലെ മുഖം വൃത്തിയായി സൂക്ഷിക്കാത്തതാണോ പ്രശ്നം? അല്ല, അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു തിരുത്തുള്ളത്. ശുചിത്വക്കുറവ് ഒരു പ്രധാന കാരണമല്ല എന്നാണ് ഈ ചർച്ചയിൽ വ്യക്തമാക്കുന്നത്. നന്നായി ക്ലീൻ ചെയ്യുന്നവരിലും ഇത് വരാം. ശരിക്കും പറഞ്ഞാൽ ഹോർമോൺ വ്യതിയാനങ്ങളാണ് ഒരു പ്രധാന കാരണം. ഹോർമോണുകളോ? അതെ, ആർത്തവചക്രത്തിലെ മാറ്റങ്ങള്, പിന്നെ ഗർഭകാലം അല്ലെങ്കിൽ PCOS പോലുള്ള ചില ആരോഗ്യാവസ്ഥകൾ അതുമായി ബന്ധപ്പെട്ട് വരാം. അതുപോലെ മാനസിക സമ്മർദ്ദം, ടെൻഷൻ കൂടുമ്പോൾ നമ്മുടെ ശരീരം കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ കൂടുതലുണ്ടാക്കും. ഓ, അത് ചർമ്മത്തിലെ എണ്ണയുടെ ഉൽപ്പാദനം കൂട്ടും. അപ്പോൾ മുഖക്കുരു വരാനുള്ള സാധ്യതയും കൂടും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചില സൗന്ദര്യവർദ്ധക വസ്തുക്കളില്ലേ, ചില മേക്കപ്പ് അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രോഡക്ട്സ്, അത് ചിലപ്പോൾ നമ്മുടെ സ്കിന്നിലെ സുഷിരങ്ങൾ അടയ്ക്കും. അതും ഒരു കാരണമാവാം. ഭക്ഷണരീതികളോ അതിന് പങ്കുണ്ടോ? ഉണ്ട്. ചിലരിൽ ഭക്ഷണരീതികളും ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് ഒരുപാട് മധുരം കഴിക്കുന്നത് അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ ചിലരിൽ മുഖക്കുരു കൂട്ടാറുണ്ട്. പിന്നെ ചിലപ്പോൾ ഉറക്കക്കുറവ്, പുകവലി, അങ്ങനെയുള്ള ശീലങ്ങളും ഇതിനു പിന്നിലുണ്ടാകാം. ഓ, അപ്പോ ഒരുപാട് തെറ്റിദ്ധാരണകളും ഉണ്ട് ഈ വിഷയത്തിലെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയാണ് സാധാരണ ആളുകൾ തെറ്റായിട്ട് വിശ്വസിക്കുന്നത്? അതെ, ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ശുചിത്വമില്ലായ്മയാണ് കാരണം എന്നത്, അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. ശരി. പിന്നെ കൗമാരത്തിൽ മാത്രം വരുന്ന ഒന്നാണ് മുഖക്കുരു എന്ന ചിന്ത, അതും ശരിയല്ല. അല്ലേ? മറ്റൊന്നാണ് വെയിൽ കൊള്ളുന്നത് നല്ലതാണെന്നുള്ളത്. മുഖക്കുരു കുറയുമെന്ന് വിചാരിക്കും. പക്ഷേ സത്യത്തിൽ വെയിൽ ആ സമയത്തൊരു ഉണക്കുപോലെ തോന്നുമെങ്കിലും അത് പിന്നീട് കറുത്ത പാടുകൾ കൂടാനേ സഹായിക്കൂ. ചർമ്മത്തിന് വേറെ പ്രശ്നങ്ങളും ഉണ്ടാക്കും. പിന്നെ ഈ മുഖക്കുരു പൊട്ടിക്കുന്നത് അത് നല്ലതാണോ? ഒട്ടും നല്ലതല്ല. അത് ഞെക്കി പൊട്ടിക്കുമ്പോൾ അണുബാധ ഉണ്ടാവാം, മാറാത്ത പാടുകൾ വരാം. അതൊഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ വീട്ടുവൈദ്യങ്ങളോ, മഞ്ഞള്, ടൂത്ത്പേസ്റ്റ് ഒക്കെ തേക്കുന്നത് കാണാറുണ്ട്. അതും ഈ ചർച്ചയിൽ പറയുന്നുണ്ട്. അതായത് മഞ്ഞള്, ടൂത്ത്പേസ്റ്റ്, ചിലപ്പോൾ നാരങ്ങാനീരൊക്കെ മുഖക്കുരുവിന് പരിഹാരമായിട്ട് കാണുന്നവരുണ്ട്. പക്ഷേ ഇവ പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക. ചർമ്മത്തിൽ ചിലപ്പോൾ അലർജിയോ എരിച്ചിലോ പൊള്ളലോ ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ശരി. അപ്പോൾ കാരണങ്ങളും തെറ്റിദ്ധാരണകളും നമ്മൾ കേട്ടു. ഇനി ഇതിനെ ശരിയായിട്ട് എങ്ങനെ പരിപാലിക്കണം? എന്താണ് ചികിത്സാരീതികൾ? സംഭാഷണത്തിൽ എന്താണ് നിർദ്ദേശിക്കുന്നത്? ഡോക്ടർ പറയുന്ന പ്രധാന കാര്യങ്ങള്: 1, ദിവസത്തിൽ 2 തവണ മുഖം കഴുകുക. പക്ഷേ വളരെ സൗമ്യമായ ഒരു ക്ലെൻസർ ഉപയോഗിക്കണം. ഓക്കേ. അമിതമായിട്ട് ഉരയ്ക്കരുത്, സ്ക്രബ് ചെയ്യരുത്. പിന്നെ ചർമ്മത്തിലെ സുഷിരങ്ങൾ അടയ്ക്കാത്ത തരം, അതായത് നോൺ കൊമഡോജനിക് എന്ന് ലേബലിൽ എഴുതിയിട്ടുണ്ടാവും, അങ്ങനെയുള്ളൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. പിന്നെ ഏറ്റവും പ്രധാനം, എല്ലാ ദിവസവും സൺസ്ക്രീൻ ഉപയോഗിക്കുക. സൺസ്ക്രീനോ? മുഖക്കുരു ഉള്ളപ്പോഴും? അതെ, മുഖക്കുരു ഉള്ളപ്പോഴും സൺസ്ക്രീൻ നിർബന്ധമാണ്. പാടുകൾ വരാതിരിക്കാനും അത് സഹായിക്കും. നോൺ കൊമഡോജനിക് സൺസ്ക്രീനുകൾ ലഭ്യമാണ്. പിന്നെ മുഖക്കുരു കുറയ്ക്കാൻ സഹായിക്കുന്ന ചില ലേപനങ്ങളുണ്ട്. ബെൻസോയിൽ പെറോക്സൈഡ്, സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ റെറ്റിനോയിഡുകളൊക്കെ അടങ്ങിയ ക്രീമുകളോ ലോഷനുകളോ. പക്ഷേ ഇതൊക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടെ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഹോർമോൺ പ്രശ്നമുള്ളവർക്കോ? ഹോർമോൺ സംബന്ധമായ മുഖക്കുരു ആണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണണം. ചിലപ്പോൾ ഗർഭനിരോധന ഗുളികകളോ അല്ലെങ്കിൽ മറ്റു ചില മരുന്നുകളോ അവർ നിർദ്ദേശിച്ചേക്കാം. അതോടൊപ്പം ജീവിതശൈലി മാറ്റങ്ങളും പ്രധാനമാണ്. സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക, നന്നായി ഉറങ്ങുക, നല്ല ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ സഹായിക്കും. മേക്കപ്പ് ഇടുന്നതോ?
അത് പ്രശ്നമാണോ? മേക്കപ്പ് ഇടുന്നതിൽ തെറ്റില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നോൺ കൊമോഡജനിക് ഉൽപ്പന്നങ്ങൾ നോക്കി വാങ്ങുക. പിന്നെ രാത്രി കിടക്കുന്നതിന് മുൻപ് നിർബന്ധമായും മേക്കപ്പ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യണം. ശരി. അപ്പോ വീട്ടിലിരുന്ന് ഇതൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും കാണുന്നില്ല, അല്ലെങ്കിൽ പ്രശ്നം കൂടുകയാണ്. എപ്പോഴാണ് നമ്മളൊരു സ്കിൻ ഡോക്ടറെ കാണേണ്ടത്? അതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? തീർച്ചയായും. ചില സാഹചര്യങ്ങളിൽ എന്തായാലും ഒരു ഡോക്ടറെ കാണണം. ഒന്ന്, ഈ മുഖക്കുരു ഭയങ്കര വേദനയുള്ളതാണെങ്കിൽ. ഓക്കേ. അല്ലെങ്കിൽ നല്ല ആഴത്തിലിറങ്ങിയ കുരുക്കളാണെങ്കിൽ, സിസ്റ്റിക് ആക്നെ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ മുഖക്കുരു മാറിയിട്ട് സ്ഥിരമായി പാടുകൾ വരുന്നുണ്ടെങ്കിൽ. അതെ. അങ്ങനെയുള്ളപ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുന്നത് നല്ലതാണ്. പിന്നെ മുഖക്കുരുവിനോടൊപ്പം മറ്റു ചില ലക്ഷണങ്ങൾ, ക്രമം തെറ്റിയ ആർത്തവം, അല്ലെങ്കിൽ ഒരുപാട് മുടി കൊഴിയുന്നു, വണ്ണം കൂടുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ PCOS പോലെയുള്ള മറ്റു പ്രശ്നങ്ങൾ ഉണ്ടോന്ന് നോക്കേണ്ടി വരും. പിന്നെ നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന ഓവർ ദി കൗണ്ടർ മരുന്നുകളില്ലേ, OTC. അതെ, അതൊരു 6-7 ആഴ്ചയൊക്കെ ഉപയോഗിച്ചിട്ടും ഒരു മാറ്റവും കാണുന്നില്ല. അങ്ങനെയാണെങ്കിലും ഒരു ഡോക്ടറെ കാണുന്നത് നല്ലതാണ്. കാരണം കണ്ടെത്താൻ അത് സഹായിക്കും. അപ്പോൾ ഈ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാവുന്നത്, മുതിർന്നവരിലെ മുഖക്കുരു വളരെ സാധാരണമാണ്. അതെ. അതിന് ശുചിത്വക്കുറവ് മാത്രമല്ല കാരണം, പല ഘടകങ്ങളുണ്ട്. പിന്നെ ശരിയായ ചികിത്സയും പരിചരണവും കൊണ്ട് ഇത് നിയന്ത്രിക്കാനും പറ്റും. തീർച്ചയായും. അതുതന്നെയാണ് ഇതിലെ പ്രധാന സന്ദേശം. ഇതൊരു സാധാരണ ആരോഗ്യ പ്രശ്നം മാത്രമാണ്. ഇതിനെക്കുറിച്ചോർത്ത് ഒരുപാട് വിഷമിക്കുകയോ ലജ്ജിക്കുകയോ വേണ്ട. ക്ഷമയോടെയുള്ള പരിചരണം, ആവശ്യമെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം തേടുക, അതാണ് വേണ്ടത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒരു കാര്യം കൂടി, ഈ ചർച്ചയൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ഒരുപക്ഷേ നിങ്ങളുടെ ചർമ്മത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നിങ്ങളുടെ ജീവിതശൈലിയിലെ ഏത് ഘടകമായിരിക്കാമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അത് ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ മാറ്റങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കത്തിന്റെ കുറവായിരിക്കാം, അതുമല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങൾ. ഏതിനാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് ഒന്ന് സ്വയം വിലയിരുത്തുന്നത് ഒരു നല്ല തുടക്കമായേക്കാം.